Hi everybody. Thank you. വെളിയിലുള്ളവർ അകത്തോട്ട് കയറിയിരിക്കാൻ ഇത് കേൾക്കുന്നെങ്കിൽ please get in so that we can get started easily. ഇവിടെ ഉള്ളവർക്ക് how many of you guys are like I want to do a company അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? മുകളിൽ ഇവിടെ താഴെ ഇരിക്കുന്നവരെ കൈ ഒന്ന് വെക്കാവോ? ഒരാൾ നല്ല സ്ട്രോങ് ആയിട്ട് കൈ വെക്കിയിട്ടുണ്ട് ഇവിടെ, എന്നിട്ട് ഇപ്പം താത്തി അവിടെ. ഓക്കെ ഓക്കെ, നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്യും, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും, എന്തെങ്കിലും ഡിസ്കവർ ചെയ്യും, സംതിങ് ദാറ്റ് ഈസ് യോഴ്സ് എന്നുള്ള രീതി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ചെയ്യും എന്നൊരു തോന്നലുള്ള എത്ര പേരുണ്ട്? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യണം, ഒരു ഏർലി സ്റ്റേജ് കമ്പനി ജോയിൻ ചെയ്യണം ആൻഡ് ഹെൽപ്പ് ഗ്രോ ദ കമ്പനി? ജോബാണ്, പക്ഷേ ഇൻ എൻ ഏർലി സ്റ്റേജ് കമ്പനി അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഓക്കെ, ഗോട്ട് ഇറ്റ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന്. എൻ്റെ പേര് അർജുൻ. ഞാൻ ടു സെറ്റ് സം കോണ്ടെക്സ്റ്റ് ഇൻ ടേംസ് ഓഫ് ഹൂ ഐ ആം, മോസ്റ്റ് ഓഫ് യു ഡോണ്ട് നോ മീ. ഞാനിപ്പോൾ ഡോക്കറ്റ് AI എന്ന് പറഞ്ഞ കമ്പനിയുടെ co-founder ആൻഡ് CEO ആണ്. ഡോക്കറ്റ് AI എന്ന് പറഞ്ഞാൽ വി ആർ ബിൽഡിംഗ് ആൻ AI സെയിൽസ് എഞ്ചിനീയർ. നിങ്ങൾക്ക് ആ സെയിൽസ് എഞ്ചിനീയർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബയർ എൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്ന ഒരാൾ, ഞാനൊരു സെല്ലറാണെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു AI, ദാറ്റ് AI വിൽ ലുക്ക് ഇൻ ടു ദ എക്സിസ്റ്റിംഗ് കമ്പനി ഡേറ്റ, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ നോക്കിയിട്ട് ആ ഇൻഫർമേഷൻ ഇൻ റിയൽ ടൈമായിട്ട് സെല്ലറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 51 പേരുണ്ട്. വി ഹാവ് റേസ്ഡ് about $20.3 million so far. നമ്മൾ ഹെഡ് ക്വാർട്ടേർഡ് ഇൻ സിലിക്കോൺ വാലി എന്ന് വിളിക്കുന്ന പാലോആൾട്ടോയിലാണ് ഹെഡ് ക്വാർട്ടേർഡ്. ബാംഗ്ലൂരാണ് രണ്ടാമത്തെ ഓഫീസ്. ഇതിന് മുമ്പ് ഞാൻ 2 കമ്പനികൾ ചെയ്തിട്ടുണ്ട്. ആ 2 കമ്പനിയും സെല്ല് ചെയ്തു. ഫസ്റ്റ് കമ്പനി കേരളത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ഐ വാസ് 23 when I started the company. നിങ്ങളിൽ പലരുടെയും ഏജ് റേഞ്ച്, ഐ എം ഷുവർ യു ആർ നോട്ട് 23 യെറ്റ്, പക്ഷേ നിങ്ങളുടെ ആ ഏജ് റേഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് കമ്പനി തുടങ്ങുന്നത്. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് ടു ഡു അറ്റ് ദാറ്റ് ടൈം, റൈറ്റ്? സ്റ്റാർട്ടപ്പ് എന്നൊരു വാക്ക് പോലും അറിയത്തില്ല. അന്ന് ഇതുപോലത്തെ എനേബിളിംഗ് കോൺഫറൻസസ് ഒന്നും കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടില്ലാത്തൊരു സമയത്താണ്, വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ആ കമ്പനി തുടങ്ങുന്നത്. വി ഗ്രൂ ദാറ്റ് കമ്പനി ടു 72 people. എന്നിട്ട് അടുത്ത റൗണ്ടൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ റേസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് US കൊളറാഡോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു കമ്പനി വന്ന് നമ്മുടെ കമ്പനി അക്വയർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇറ്റ് എൻഡഡ് അപ്പ് ബീങ് എ ഗുഡ് ഔട്ട്കം. അതുകൊണ്ട് വി സോൾഡ് ദ കമ്പനി. ഇൻ ദാറ്റ് പ്രോസസ് നമ്മുടെ കമ്പനി ബിക്കെയിം ദ ഫസ്റ്റ് പ്രോഡക്റ്റ് കമ്പനി എക്സിറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. 2016 അത് സംഭവിച്ചത്. അതിനുശേഷമാണ് ഞാൻ US പോയത്. ഇതാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് അറൗണ്ടായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. എന്നോട് 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക്, എന്താണ് ഒരു ടോപ്പിക് ദാറ്റ് ഐ ക്യാൻ ടെൽ യു സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതും എനിക്ക് നിങ്ങളുടെ പ്രായത്തിൽ ഏകദേശം മനസ്സിലായി തുടങ്ങിയതുമായ ഒരു കാര്യം, സംതിങ് ദാറ്റ് റെസനേറ്റ്സ് വിത്ത് യു. ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ ഷൗട്ട് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക് ഈസ് എ കോമണാലിറ്റി ബിറ്റ്വീൻ ഒരു ലെറ്റ്സ് സേ ഒരു എഡിസണോ ന്യൂട്ടണോ, ഒരു ഇലോൺ മസ്ക്, ഒരു പിക്കാസോ? പിന്നെ 3 പേരും അല്ലെങ്കിൽ 4 പേരും പല വെറൈറ്റി ഓഫ് സാധനങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. വാട്ട് ഡു യു തിങ്ക് ഈസ് എ കോമണാലിറ്റി ബിറ്റ്വീൻ ദോസ് 3 or 4 people? ഷൗട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ചോദ്യം ചോദിക്കുന്നതല്ല, അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ എന്നെ നോക്കണ്ട. അവരുടെ 4 പേരും ചെയ്തേക്കുന്ന വർക്ക് അവരുടെ ഇമ്മീഡിയറ്റ് സർക്കിളിന് വെളിയിൽ പോയി ഒരു ലാർജർ വേൾഡിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? അതിപ്പോൾ ന്യൂട്ടൺ ആണെങ്കിലും ഇലോൺ മസ്ക് ആണെങ്കിലും പിക്കാസോ ആണെങ്കിലും അവരുടെ വർക്ക് വെളിയിൽ പോയി, അവരുടെ ഇൻഡിവിജ്വൽ സെൽഫ് കഴിഞ്ഞിട്ട്, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി കഴിഞ്ഞിട്ട്, അവരുടെ ഫ്രണ്ട് സർക്കിൾ കഴിഞ്ഞിട്ട്, ഇറ്റ് വെൻറ്റ് ഔട്ട്സൈഡ് ടു ദ വേൾഡ്, റൈറ്റ്? ആൻഡ് ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് മെനി പീപ്പിൾ. അപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വേൾഡിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ബ്രോഡ്ലി ഉള്ളത്. അത് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്നും കൺസ്യൂമേഴ്സ് എന്നുമാണ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ്?
നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ എത്ര പേര്, ഹൗ മെനി ഓഫ് യു വിൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ? ഒരാൾ ആദ്യം കൈവയ്ക്കും, ഞാൻ എന്തായാലും എൻ്റെ കാര്യം നോക്കുന്നത്. ഹൗ മെനി ഓഫ് യു വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി? കുറച്ചുകൂടെ ശക്തി കൈവയ്ക്കുക. അച്ഛൻ, അമ്മ, ഭാവിയിലെ പാർട്ട്നേഴ്സ്, എല്ലാവരെയും ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം. അതിൻ്റെ വെളിയിലേക്ക് പോയി ഇമ്പാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഐ വാണ്ട് ടു ഇമ്പാക്ട് ദ ലാർജർ വേൾഡ് ഔട്ട് ദെയർ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒബ്വിയസ്ലി നിങ്ങളിൽ കൂടുതൽ പേരും അതായിരിക്കും എന്ന് ഞാൻ അസ്യൂം ചെയ്തു. കാരണം ഒരു ശനിയാഴ്ച വീട്ടിൽ ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണുന്നതിന് പകരം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇരിപ്പുണ്ടെങ്കിൽ യു ഗൈസ് ഫോൾ ഇൻ ടു ദാറ്റ് ബക്കറ്റ് ദാറ്റ് ഐ ആം കോളിംഗ് ആസ് പ്രൊഡ്യൂസേഴ്സ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്? വി പ്രൊഡ്യൂസ് തിങ്സ് നോട്ട് ഓൺലി ഫോർ അവർ സെൽസ് ബട്ട് ഫോർ ദ ലാർജർ വേൾഡ്. അപ്പോൾ ഞാൻ എപ്പോഴോ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ കൈൻഡ് ഓഫ് വാണ്ട് ടു ഫോൾ ഇൻ ടു ദിസ് പ്രൊഡ്യൂസർ ബക്കറ്റ്. അതിലാണ് എൻ്റെ സന്തോഷമെന്ന്. ഒരുപാട് സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളൊരു സാധനം മേടിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് സന്തോഷം ആസ് എ ഹ്യൂമൻ ബീയിങ് വരുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കൊടുക്കുമ്പോഴാണെന്ന്. ഗിവിങ് ഗീവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ ദാൻ ടേക്കിംഗ്. ഷോർട്ട് ടേം ആയിട്ട് ഇപ്പോൾ ഒരു മുട്ടായി ഒരുത്തിൻ്റെ നിന്ന് മേടിച്ച് ഡയറി മിൽക്ക് തിന്നുമ്പോൾ നമുക്കൊരു സുഖം കാണുമായിരിക്കും. അതല്ല, ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഗിവിങ് ഈസ് ദ ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഇറ്റ് ഈസ് വെരി ക്ലിയർലി റിട്ടൺ, റൈറ്റ്? അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് ആവുക എന്ന് പറയുന്നത് ഈസ് എ ചോയ്സ്. അത് അല്ലാതെ വേറെ ഒത്തിരി സാധനങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. നമ്മളൊരു ദിവസം ഇപ്പോൾ യു ഗൈസ് ആർ ഇൻ ദിസ് റൂം, നിങ്ങൾക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ ഇതിലെ വളരെ കുറച്ച് ആളുകളെ ആ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഓൾ ദ വേ ത്രൂ കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങൾ പലരും ഓവർ ദ പീരീഡ് ഓഫ് ടൈം ദാറ്റ് യു ആർ വർക്കിംഗ് ആ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് വേണ്ടാന്ന് വെക്കും, റൈറ്റ്? കൺസ്യൂമർ മൈൻഡ് സെറ്റിലേക്ക് ഒതുങ്ങിപ്പോവും. അപ്പോൾ ദിസ് ഈസ് ദ തിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ലീവ് യു ഗൈസ് വിത്ത് ബിഫോർ വി ഗോ ഇൻ ടു ദ നെക്സ്റ്റ് പാനൽ വിച്ച് വിൽ ബി പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ഇന്ന് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഡു യു വാണ്ട് ടു ബി എ പ്രൊഡ്യൂസർ ഓർ ഡു യു വാണ്ട് ടു ബി എ കൺസ്യൂമർ? നാളെയും ആ ചോയ്സ് ഉണ്ട്. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചോയ്സ് ഉണ്ട്. 40 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചോയ്സ് ഉണ്ട്. Every day when you wake up, if you are thinking that I want to be a producer in this world and change the world slightly better than how you found it, അങ്ങനെ ചിന്തിക്കുന്നവരാണ് വേൾഡിനെ നീക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ആ ഒരു സാധനത്തിനെ ലുക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ലാതിരിക്കുന്നത്, എല്ലാ ദിവസവും എഴുന്നേക്കാൻ മോട്ടിവേഷൻ വരുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന സാധനം വെച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയാലും അതിൻ്റെ 90% നാളെ രാവിലെ ആകുമ്പോൾ പോവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എവറി ഡേ യു വിൽ വേക്ക് അപ്പ്. ഇന്നലെ ഐ വാസ് വർക്കിംഗ് ഫോർ ദ ഹോൾ ഡേ. എന്നിട്ട് ഞാൻ രാത്രിയിൽ എമ്പുരാൻ സിനിമയ്ക്ക് പോയി. ബിക്കോസ് ദാറ്റ് വാസ് ദ ഓൺലി ടൈം ദാറ്റ് ഐ ഹാഡ്. 10:30 ഞാൻ സിനിമ കണ്ടിട്ട് 2 മണിക്ക് സിനിമ തീർന്നു. അവിടുന്ന് നേരെ വീട്ടിൽ പോയി കുളിച്ചിട്ട് നേരെ എയർപോർട്ടിൽ വന്ന് ഫ്ലൈറ്റ് കയറി ഞാനിങ്ങി പോന്നു. ഫോർ ദ വാട്ട് എവർ ടൈം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി റണ്ണിങ് ആണ്. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ വിത്തിൻ മീ ദാറ്റ് ഐ ക്യാൻ കം ഓവർ ഹിയർ ആൻഡ് മീറ്റ് യു ഓൾ. ആ മോട്ടിവേഷനാണ് ഒരു പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കൊരു കൺസ്യൂമറായിട്ട് ചൂസ് ചെയ്യാം, അതിനൊരു തെറ്റുമില്ല. ഇഫ് യു ചൂസ് ദാറ്റ് ഐ എം എ കൺസ്യൂമർ, അതിനൊരു തെറ്റുമില്ല. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ a consumer mindset is a mediocre mindset. Mediocre അല്ലെങ്കിൽ average ആണ് most of the people in this world and there is nothing wrong with it. But if you have a choice to become a producer and not be mediocre and be excellent in what you do, why would you not choose to be the excellent person? Why would you not do something where the world can be a better place? ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ you are getting such an amazing platform to kind of explore, network, learn, understand new things that will help you to be better producers. So this is the only thought. You have a choice today. Choose to be producers. Thank you.